blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം. ആദ്യമായി ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ശാന്തകുമാരി. ആ സഹോദരിയുടെ മകൻ രാഹുലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ രാഹുൽ. നമുക്ക് ചേർന്ന് രാഹുലിന് വേണ്ടിയും മറ്റുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രാഹുലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സെറിബ്രൽ പാൾസി യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകാനും കർത്താവെ നടക്കുവാനും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുവാനും കർത്താവ് ഒരു കൃപ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാഹുലിനെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. രണ്ടാമത്തെ മകൻ ഗോകുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നല്ല ഒരു ജോലി, കൂടുതൽ ശമ്പളത്തോടുകൂടിയുള്ള ജോലി നൽകി തന്നെ അനുഗ്രഹിക്കണമേ. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മദ്യപാനം മാറിപ്പോവാനും വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം കർത്താവ് ലഭിക്കുവാനും കർത്താവ് സഹായിക്കണമേ. ശാന്തകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ജൂലിയറ്റ് അഡോൾഫസ്. ആ സഹോദരിയുടെയും ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജൂലിയറ്റ്. നമുക്ക് ചേർന്ന് ആ സഹോദരിക്ക് വേണ്ടിയും മറ്റുള്ള പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ജൂലിയറ്റ് എന്ന ഈ സഹോദരിയെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. സകല ജന്മദിന നന്മകളും കർത്താവ് നിൻ്റെ മകളുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓവറിയിലുള്ള സിസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതോടൊപ്പം ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇടത് കാലിലുള്ള വേദന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭർത്താവ് അഡോൾഫസിനായി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. BP നോർമലാകട്ടെ. കിഡ്നിയിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും മാറിപ്പോകട്ടെ. കർത്താവെ, ഈ സമയത്ത് മക്കൾ ജോസ്ലിന് വേണ്ടിയും ഓൾഡ്രിന് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വളരെ അനുസരണ സ്വഭാവത്തോടെ സൽസ്വഭാവികളായി വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എന്ന് മാത്രമല്ല, ഈ കുടുംബത്തെ പല നാളുകളായി പല രീതിയിൽ ഉപദ്രവിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇത് മാത്രമല്ല കർത്താവേ, അവരുടെ പഴയ ഫ്ലാറ്റ് നന്നായി ഡെവലപ്പ് ചെയ്യുവാൻ, വളരെ വേഗത്തിൽ അത് ഡെവലപ്പ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവേ, ഇന്നത്തെ സ്പോൺസേഴ്സിനെല്ലാം ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you sponsors for sponsoring today's episode. ഈ ആഴ്ചയിൽ പ്രധാനമായും നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിൽ നടന്ന മെഗാ ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശങ്ങളും ആരാധനയും വിവിധ ശുശ്രൂഷകളുമാണ്. ഇന്ന് അത് ആരംഭിക്കുകയാണ്. ഇന്നും നാളെയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ തൃശ്ശൂർ മെഗാ ഫെസ്റ്റിവൽ എന്നുള്ള പല കാര്യങ്ങൾ നിങ്ങൾ കാണുകയും നിങ്ങൾക്കതിലൂടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. എന്നാൽ ബുധനാഴ്ച ദിവസം we are going to watch a very special Miracles Today episode. അത് കാണാൻ മറക്കരുത്. ഇന്നത്തെ
പ്രോഗ്രാമിലേക്ക്, ഇന്നത്തെ തുടർന്നുള്ള വചന ശുശ്രൂഷയിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് ഈ സമയത്ത് പോകാം. Second Timothy chapter 1. തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം chapter 1 verse 12. അതിന്റെ ഒന്നാമത്തെ അധ്യായം 12ാമത്തെ വചനം. We will read this portion. I know whom I have believed and am convinced that he is able to guard which I have entrusted to him until that day. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. So this man is saying, I know whom I have believed. ഇവിടെ ഈ വ്യക്തി പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. Many people do not know God much. പല ആളുകൾക്കും ദൈവത്തെ അധികം അറിയില്ല. But Paul says, hello, look at me. I know whom I have believed. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. That is a personal level knowledge. അത് വ്യക്തിപരമായ ഒരു അറിവാണ്. Hallelujah. Hallelujah. Now let us move to 2 Chronicles chapter 16 in the Old Testament. നമുക്ക് പഴയ നിയമത്തിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് 2 ദിനവൃത്താന്തം 16ാം അധ്യായത്തിലേക്ക് വരാം. And verse number 9. 9ാമത്തെ വചനം. For the eyes of the Lord run to and fro throughout the whole earth to show himself strong on behalf of those whose heart is loyal to him. കർത്താവിന്റെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായവരെ ശക്തിയോടെ പിന്താങ്ങുന്നതിനു വേണ്ടി ഭൂതലത്തിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മതി. Hallelujah. The eyes of the Lord are scanning the whole earth. കർത്താവിന്റെ കണ്ണുകൾ മുഴുഭൂമിയെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. Why? എന്തിനാ? To show himself strong on behalf of those whose heart is loyal to him. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവരുടെ മേൽ തന്റെ ശക്തിയെ കാണിക്കുവാൻ വേണ്ടി, വെളിപ്പെടുത്തുവാൻ വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. What is this verse saying? എന്താണ് ഈ വാക്യം പറയുന്നത്? The eyes of the Lord are looking everyone. കർത്താവിന്റെ കണ്ണുകൾ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Why is he looking everyone? എന്തുകൊണ്ടാണ് കർത്താവ് എല്ലാവരെയും നോക്കുന്നത്? If anyone's heart is loyal to him, he wants to show his power and strength to that person. ആരുടെയെങ്കിലും ഹൃദയങ്ങൾ കർത്താവിനോട് ഏകാഗ്രമായിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് തന്റെ ശക്തിയെ കാണിച്ചു കൊടുക്കുവാൻ, വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ ഇഷ്ടമുണ്ട്. So God wants to show his power and his strength to those people whose hearts are loyal to him. അതുകൊണ്ട് കർത്താവിങ്കൽ തങ്ങളുടെ ഹൃദയം ഏകാഗ്രമാക്കിയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So many things God wants to do for you. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. There is a condition. പക്ഷെ ഒരു ഉപാധിയുണ്ട്. What is the condition? എന്താണ് ആ നിബന്ധന? Your hearts should be fixed on Jesus. നിങ്ങളുടെ ഹൃദയം കർത്താവിൽ പതിഞ്ഞിരിക്കണം, ഏകാഗ്രമായിരിക്കണം. No other business. അതിനിടയിൽ വേറെ പരിപാടി ഒന്നുമില്ല. Only one business. ആകെ ഒരേ ഒരു പണി. A friend of mine many years back had a dream. എൻ്റെ ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരു സ്വപ്നം കണ്ടു. In his dream he saw there was a leak in the ceiling. തൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെയാണ് കണ്ടത്, ആ മേൽക്കൂരയിൽ ഒരു സുഷിരം കണ്ടു, ദ്വാരം കണ്ടു. And water is falling down. അതിലൂടെ ആ ദ്വാരത്തിലൂടെ വെള്ളം താഴേക്ക് വരികയാണ്. It's a very interesting dream. വളരെ രസകരമായ സ്വപ്നമാണ്. Water is dripping down from that hole. ആ ദ്വാരത്തിലൂടെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. Somebody gave him a very long PVC pipe. ആരോ അവന് വളരെ നീളത്തിലുള്ള PVC പൈപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. And he was instructed to put the end of the PVC pipe exactly at the hole so that the water will flow through the pipe.
അദ്ദേഹത്തോട് ആരോ വന്ന് നിർദ്ദേശിച്ചു, ഈ PVC പൈപ്പ് കൃത്യമായി ആ ദ്വാരത്തിലൂടെ വെള്ളം വരുന്ന ഭാഗത്ത് വെക്കുക. അപ്പോൾ ആ ദ്വാരത്തിൽ നിന്നും വെള്ളം കൃത്യമായി ഒഴുകി PVC പൈപ്പിലൂടെ താഴെ എത്തും. And he started trying. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. But the problem was the PVC pipe was a little flexible and it started swaying like this. പക്ഷെ അതിന്റെ പ്രശ്നം ഇതായിരുന്നു, ആ PVC പൈപ്പ് കുറച്ച് കനം കുറഞ്ഞതായതുകൊണ്ട്, വഴങ്ങുന്നതായതുകൊണ്ട് അതിങ്ങനെ ആടാൻ തുടങ്ങി. So he started concentrating doing the job. പക്ഷെ അദ്ദേഹം ഇതിങ്ങനെ പൈപ്പ് ആടി കളിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് അതവിടെ ഫിക്സ് ചെയ്യാൻ നോക്കി. It took more than 45 minutes, and when he correctly fixed the end of the pipe at the hole, there was a flow. അദ്ദേഹം വളരെ ശ്രമിച്ച് ഒരു 3/4 മണിക്കൂറോളം ശ്രമിച്ചു. അവസാനം താൻ കറക്റ്റ് ആ ദ്വാരത്തിൽ തന്റെ പൈപ്പ് മുട്ടിക്കുന്ന നിമിഷം തന്നെ വെള്ളം പാഞ്ഞു വന്നു. God was teaching him a lesson. കർത്താവ് അവനെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. If your mind is scattered, you are not going to obtain anything. നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല. Do you remember the story of Martha and Mary? നിങ്ങൾക്ക് മാർത്തയുടെയും മറിയയുടെയും കഥ അറിയാമല്ലോ. There was a town called Bethania. ബഥാനി എന്ന് പറഞ്ഞ പട്ടണം ഉണ്ടായിരുന്നു. And there was a 3-member family, Martha, Mary and their brother Lazarus. അവിടെ ഒരു 3 അംഗ കുടുംബം ഉണ്ടായിരുന്നു, മാർത്തയും മറിയയും അവരുടെ സഹോദരൻ ലാസറും. Whenever Jesus used to pass that way, Jesus used to get into that house and he used to teach the word of God. യേശു എപ്പോഴൊക്കെ ആ വഴിയിലൂടെ കടന്നു പോകുമോ അപ്പോഴൊക്കെ അവരുടെ വീട് സന്ദർശിക്കുകയും ദൈവവചനം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. Martha, that sister, was into hospitality ministry, so she was very eager to entertain Jesus, giving them food and coffee or snacks or something like that. മാർത്തയുടെ പ്രത്യേകത, അവൾക്ക് കൂടുതൽ ആതിഥ്യ മര്യാദയിൽ അവൾ ശ്രദ്ധിച്ചതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, എപ്പോഴും കർത്താവിന് ചായ കൊടുക്കാൻ, കാപ്പി കൊടുക്കാൻ, പലഹാരങ്ങൾ കൊടുക്കാൻ അതിനു പുറകെ ഓടി നടന്നു. He was going to kitchen, coming, again to kitchen, coming. He was running everywhere. അവൾ അടുക്കളയിലേക്ക് ഓടും, പിന്നെയും വരും, പിന്നെയും അടുക്കളയിലേക്ക് പോകും, അങ്ങനെ ഓടി നടക്കുകയായിരുന്നു. But Mary sat at the foot of Jesus and listened to whatever he taught. പക്ഷേ മറിയ യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് യേശു പഠിപ്പിച്ച വചനങ്ങൾ പഠിച്ചു. Hello. Jesus appreciated Mary. യേശു മറിയയെ അഭിനന്ദിച്ചു. Jesus said, only one thing is needed, and Mary has chosen it. It is to sit in the presence of God and receive the word of God. യേശു പറഞ്ഞു, ഒരു കാര്യം മാത്രം മതി, അത് ഈ മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ എൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഈ വചനം പഠിക്കുന്നു. Why are our prayers not answered? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്? We are worried about so many things. നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ആകുലചിത്തരാണ്. We will pray one time and next minute we are running everywhere panicking. നമ്മൾ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം പേടിച്ച് ഓടി നടക്കുകയാണ്. But if you focus on Jesus, നിങ്ങൾ യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, only on Jesus, യേശുവിൽ മാത്രം, you will see the power of God. ദൈവത്തിന്റെ ശക്തി നിങ്ങൾ കാണും. Clap your hands and worship Jesus. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ ആരാധിക്കാം. And shout hallelujah to Jesus. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കാം. Hallelujah. ഹല്ലേലൂയ. Problems are too many everywhere. But if you fix your eyes on Jesus, you will see his glory. ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അവിടെയും ഇവിടെയും പ്രശ്നമുണ്ടായിരിക്കാം, പക്ഷെ നിന്റെ കണ്ണുകൾ കർത്താവിൽ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവന്റെ മഹത്വം കാണും. I don't know, the Holy Spirit speaks very clearly. വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു, some of you are facing a lot of problems. നിങ്ങളിൽ ചിലർ വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. These problems are scattering your focus from Jesus. ഈ പ്രശ്നങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള, യേശുവിൽ നിന്നുള്ള നിങ്ങളുടെ ശ്രദ്ധയെ ചിതറിച്ചു കളയുകയാണ്. But if you invite Jesus into those problems, എന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് യേശുവിനെ നിങ്ങൾ വിളിച്ചാൽ, he will come to you walking on the water. അവൻ വെള്ളത്തിൻ മുകളിലൂടെ നടക്കുന്നവനായി നിങ്ങളുടെ അടുത്തേക്ക് വരും. Hallelujah. Hallelujah.
our problems are not at all a problem to Jesus. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ യേശുവിന് മുമ്പിൽ പ്രശ്നമേ അല്ല. Hallelujah. Hallelujah. He'll walk on the problems. അവൻ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടന്നു വരും. And when Jesus is there, യേശു വരുമ്പോൾ you will also start walking on the problems. ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നിങ്ങളും നടക്കും. Somebody shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ നല്ല പ്രോഗ്രാമാണ്. നല്ല എന്താ പറയുക, നന്നായിട്ട് അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ആത്മീയമായിട്ട് സ്പിരിച്വലായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ആത്മീയമായിട്ട് വളരാനും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു വർഷിപ്പ് സെൻ്ററാണ്. ഈ ആൻറ്റിയുടെ പേര് കാർത്തിയായനി. കർത്താവ് ഒത്തിരി വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. ഈ ആൻറ്റിയുടെ തലയുടെ മുടി വട്ടത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകുമായിരുന്നു ആൻറ്റി പറയുന്നത്. ആൻറ്റി പറയുന്നത് മുടി മൊത്തം പോയിട്ട് തലയിലെ ഈ മരുഭൂമിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറ്റിച്ചെടി നിൽക്കുന്ന പോലെ ഇങ്ങനെ തലയോട്ടി അങ്ങനെ കാണത്തക്ക രീതിയിലായിരുന്നു മുടി. ചിത്രീകരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പിക്ചർ കിട്ടിയിട്ടുണ്ട്. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ എങ്ങനെ മുടി നിൽക്കുമായിരുന്നു. ആൻറ്റി പറയുന്നത് വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ നാണക്കേട് കാരണം ഈ വെപ്പുമുടി എടുത്ത് വെച്ചിട്ടാണ് ആൻറ്റി അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരുന്നത്. ഒരു സഹോദരിയെ സംബന്ധിച്ച് മുടിയില്ലാത്ത ഭയങ്കര വിഷമമാണല്ലോ. ആൻറ്റി അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിലൂടെ പോയി തലമുടി മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 1 വർഷത്തോളം ഈ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചു. എന്നാൽ 1 മാസം മുമ്പ് ബ്രദർ ഡാമിയൻ ടി വിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തലയിലെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത്, ആൻറ്റി പറയുന്നത് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശുവിൻ്റെ ശക്തി ആൻറ്റിയുടെ ശരീരത്തിലേക്ക് വന്നിട്ട് ഒരു വിറയൽ പോലെ അനുഭവിച്ചു. ആൻറ്റി പറയുന്നത് 1 മാസത്തിനുള്ളിൽ ആ പോയ മുടി മുഴുവൻ തിരികെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ആൻറ്റി വന്നിരിക്കുന്നത് വെപ്പുമുടിയൊന്നും ഇല്ല, എല്ലാം പുതിയ നല്ല മുടിയുമായിട്ടാണ് ആൻറ്റി ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ വെച്ചിരിക്കുന്നൊന്നും വെപ്പുമുടിയല്ല. ഓ, നല്ല മുടിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ തന്നെ അന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് മുടി കൊഴിഞ്ഞു പോകുന്ന രോഗികളെ ഇത് കർത്താവ് സുഖപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ബ്രദർ ഡാമിയൽ ബ്രദർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്ക്രീനിലേക്ക് ടി വിയിലേക്ക് കൈ നീട്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ശരീരം മൊത്തം ഒരു വിറയലും തരിപ്പും പോലെ ഇങ്ങനെ വന്നു. എൻ്റെ മേലെ എപ്പോഴും ചുട്ടുപോച്ചിലുണ്ടായിരുന്നു തലയ്ക്കൊക്കെ. ആ ചുട്ടുപോച്ചിലെല്ലാം മാറി ശാന്തമായി. ഇപ്പം അതിനുശേഷം എൻ്റെ മുടി കൊഴിയുന്നില്ല. ഓ, ശരീരത്തിന്റെ ചുട്ടുപൊകച്ചിലും മാറി, മുടി കൊഴിച്ചിലും മാറി. ഇപ്പൊ സുഖമായി. ഇപ്പൊ ശരീരം സൗഖ്യമായ ഞാൻ ഒന്നും വെച്ച് കെട്ടുന്നില്ല. മുടിയാണ് ഞാൻ മടക്കി ഇങ്ങനെ കെട്ടിയാണ്. ഇപ്പൊ എന്റെ തലയിലൊക്കെ നല്ലപോലെ മുടി വന്നു. അത് ഞാൻ യേശുവിനെ നന്ദി പറയുന്നു. യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിന്റെ ശക്തനായ ദൈവമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം എല്ലാവർക്കും ഇത് നല്ല പോലെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. എല്ലാവരും ഇത് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻറ്റി യേശുവിനെ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ തൃശ്ശൂരിലെ ബ്ലെസ്സിംഗ് സെന്ററിൽ സ്ഥിരമായി വന്ന് ആരാധിക്കുന്ന ഒരു ആൻറ്റി ഇവിടെയാണിത്. ഒരു നല്ല കൈയടി കൂടി അതിനുവേണ്ടി കൊടുത്താലോ. ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വലിയ സാക്ഷ്യം അനേകർക്ക് പ്രയോജനപ്രദമാകട്ടെ. കൈകൾ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിക്കാമോ? കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് കൊടുത്ത ഈ വലിയ വിടുതലിനായി നന്ദി. അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ വിടുതലും അങ്ങ് കൊടുത്തതിനായി നന്ദി. ഇത് അനേകർക്ക് ഒരു പ്രയോജനപ്രദമായി തീരട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് പല സ്ഥലങ്ങളിലും സ്കൂൾ റീഓപ്പണിംഗ് ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കാണും. കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ 12ാമത്തെ പ്രേയറിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുൻപ് ഉള്ള പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അധ്യയന ദിവസത്തിൻ്റെ
ആരംഭ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ചേർന്ന്, കുഞ്ഞുങ്ങൾ എന്നോട് ചേർന്ന് എല്ലാ വിദ്യാർത്ഥിനികളും പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തന്നെ ഈ വർഷത്തെ എൻ്റെ പഠനവും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷം എനിക്ക് നല്ല അധ്യാപകരെയും സുഹൃത്തുക്കളെയും നൽകണമേ. ഈ വർഷം എല്ലാ ദിവസത്തെ ക്ലാസ്സുകളും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായ അങ്ങയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഈ വർഷം മുഴുവനും ഞാൻ അനുഭവിക്കട്ടെ. അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പാതയിൽ നിന്ന് മാറിപ്പോകാതെ എന്നെ കാക്കണമേ. ഈ വർഷം എനിക്ക് അങ്ങ് ഉന്നത വിജയം നൽകണമേ. അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഞാൻ വാലല്ല തലയായിരിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയത്ത് മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും എല്ലാം ചേർന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ അധ്യയന വർഷം പഠിക്കുവാനായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരോട് കൂടെ ഇരിക്കുകയും കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല വിജയം, നല്ല പ്രോഗ്രസ് കർത്താവ് നൽകുകയും ചെയ്യണമേ. അതുകൂടാതെ എല്ലാ അധ്യാപകർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട DOമാർ തുടങ്ങിയുള്ള സകലരെയും കർത്താവെ ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടിയും മറ്റ് പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഗംഗാധരൻ എന്നു പേരുള്ള ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന, പ്രത്യേകിച്ച് കുറേ നാളുകളായുള്ള പുകവലി ശീലം മൂലം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില രോഗങ്ങൾ ശരീരത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത് കൂടാതെയുള്ള ചില രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. ആസ്മ രോഗം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആരാണെങ്കിലും അവരുടെ മേൽ കർത്താവ് അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നികൾ സൗഖ്യമാകട്ടെ. കിഡ്നിയുടെ അകത്തുള്ള കല്ലുകൾ, അതുപോലെ കിഡ്നി ഫങ്ഷൻ ചെയ്യാത്തത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. ലീല എന്ന പേരുള്ള ഒരു സഹോദരിയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലീഡിങ്ങിൻ്റെ അനാവശ്യമായ ചില ബ്ലീഡിങ് മൂലം വളരെ പ്രയാസപ്പെടുന്ന ലീല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വിടുതലുകൾ കർത്താവ് ഇപ്പോൾ പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ കർത്താവ് പകർന്നതിനാൽ നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. അതുകൂടാതെയുള്ള സാമ്പത്തിക വിഷയങ്ങൾ, ജോലിയിലെ വിഷയങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ വിഷയങ്ങൾ, സകലത്തിൻ്റെ മേലും കർത്താവ് വിടുതൽ കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച അടൂരിലും ശനിയാഴ്ച പെരുമ്പാവൂരിലുമാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്കും വന്നു ചേരാവുന്ന എല്ലാവരും വന്നു ചേരണം. ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുള്ളവർ വീണ്ടും വന്ന് അനുഗ്രഹങ്ങളിൽ നിറയുക. ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടില്ലാത്തവർ തീർച്ചയായും എത്ര ദൂരെയാണെങ്കിലും വന്ന് ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയുള്ള 2 കാര്യങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ഒരു സന്ദേശമാണ് ദ ഗുഡ്നെസ് ഓഫ് ഗുഡ് ഫ്രൈഡേ. ഈ സന്ദേശത്തിൻ്റെ DVD ഫോമാറ്റ്
അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതുപോലെ സെർമൺ നോട്ട് കീപ്പർ, നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ എഴുതിയെടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ബുക്കാണ്. സാധാരണ ഒരു നോട്ട്ബുക്കല്ല, സ്പെഷ്യലായി പ്രസംഗത്തിൻ്റെ പേര്, പ്രസംഗിച്ച വിഷയം, ആ ദിവസം, ഇതൊക്കെ എഴുതാനും ഇൻഡെക്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുവാൻ, സിസ്റ്റമാറ്റിക്കായി ദൈവവചനം കേട്ട് പഠിക്കുവാൻ ഉള്ളൊരു പുസ്തകമാണ്. ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുന്നതാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം. അതിലൂടെയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം തൃശ്ശൂർ മെഗാ ഫെസ്റ്റിവൽ നിന്ന് തന്നെയുള്ള കണ്ടിന്യൂവേഷനാണ്. കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്യിപ്പിച്ച സ്ത്രീ ആര്? Who prompted to behead John the Baptist? Options: A. Herodiya, B. Sheba, C. Vasti, D. Elizabeth. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.